ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഗൾഫ് ജോബ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു സിൽവർ പ്രോഗ്രാം എന്നുള്ള പേരിലാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. കാരണം കുറേ ആളുകൾക്ക് നമ്മുടെ പ്രീമിയം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓഫറായിട്ട് ഫീ കൊടുത്തിട്ടും കുറേ ആളുകൾക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ വീണ്ടും ആളുകൾ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ജോബ് ട്രെയിനിങ് തരുമോ, കുറച്ചും കൂടെ ഫീ കുറച്ചിട്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വീണ്ടും നമ്മൾ ഓഫർ കൊടുത്ത് വെറും 3500 റുപ്പീസിനാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്. കാരണം നമുക്കൊക്കെ നമ്മളൊരു ക്ലാസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ചോദിക്കുക അതിൻ്റെ പ്രൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസും കൂടെ പറയുന്നത്. ഈ ക്ലാസ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ നവംബറിലാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്കൂളിൽ നിന്ന് ജോബ് റിസൈൻ ചെയ്ത് വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് നമ്മുടെ മലയാളി ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു ക്ലാസ് എനിക്ക് കൊടുത്തുകൂടാ. കാരണം കഴിഞ്ഞ 17 വർഷമായിട്ട് ജിദ്ദയിൽ നിന്നും ഞാനിവിടെ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ നിന്ന് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ അപ്ലൈ ചെയ്തത്, എങ്ങനെയാണോ സ്കൂളുകൾ നമ്മളെ വിളിക്കാൻ തുടങ്ങിയത്, ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ കുറേ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അവർക്കൊക്കെ ജോബ് കിട്ടി. അങ്ങനെയാണ് എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന പലരും ഗൾഫിൽ ജോലി നോക്കുന്നവരാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഞാനൊരു ടീച്ചറായിരുന്നു, ഞാനൊരു ട്രെയിനർ ആയിരുന്നില്ല. അങ്ങനെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിനർ ആവുന്നത്. ഫസ്റ്റ് ക്ലാസ് നവംബറിൽ നമ്മൾ കൊടുത്തു. നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഹാപ്പി എന്ന് മാത്രമല്ല, ഒരുപാട് പേർക്ക് ജോബ് കിട്ടി. വീണ്ടും ആളുകൾ ചോദിച്ചു സെക്കൻഡ് ബാച്ച്, പിന്നെ അത് തേർഡ് ബാച്ചിലേക്ക് പോയി, 4th 5th അങ്ങനെ 10 ബാച്ചാണ് ടോട്ടൽ നമ്മൾ ഈ ഒരു ട്രെയിനിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് വീണ്ടും കുറച്ച് തിരക്കായി പോയി. പിന്നെ ഞാൻ ട്രെയിനിങ് ക്ലാസ് അധികം കൊടുത്തിട്ടില്ല. ഫെബ്രുവരിയിൽ അധികം ക്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഇനി അടുത്ത മാസം നമുക്ക് റമദാൻ വരുന്നതാണ്. അപ്പോൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ പേര് പറഞ്ഞു, നമുക്ക് അത്ര ഫീ 6500 പേ ചെയ്യാൻ കഴിയാത്തവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ക്യാഷ് പേ ചെയ്യാൻ കഴിയണമെന്നില്ലല്ലോ അല്ലേ. അതിനാണ് നമ്മൾ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ ചില ദിവസങ്ങളിൽ 2-3 hours ഇരുന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നു. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അല്ലേ. അപ്പോൾ എന്നാലും നമ്മളൊരു കോഴ്സായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാൻ നമുക്ക് പറ്റും. കാരണം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഒരു CV ആണ്. ആ CV എന്തൊക്കെ ചെയ്യണം, അതെങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ഒരു ഐഡിയ തരുന്നു. പിന്നെ അടുത്തത് വേണ്ടത് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ. എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഇൻ്റർവ്യൂ ഡെമോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി തന്നെയാണ് ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് ഡെമോൺസ്ട്രേഷന് എങ്ങനെയാണ് നമ്മൾ ഡെമോ കൊടുക്കേണ്ടത് ഒരു ടീച്ചറാകുമ്പോൾ, ഈ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ക്യാഷ് ഒന്നും അധികം പേ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ ചെറിയ ഫീ ആണെങ്കിൽ ക്ലാസ് വേണമായിരുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 11th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ പുറത്ത് ജോബ്, അതായത് കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഇതുപോലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകൾ കേരളത്തിലുണ്ട് അല്ലേ. ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകൾ, ഇൻ്റർനാഷണൽ സ്കൂൾസ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ഈ ഒരു ക്ലാസ് മതി. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു ക്ലാസ് തരുന്നത്. 3500 റുപ്പീസ് ഉള്ളി. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് ചോദിക്കുന്നവർ, നമ്മൾ 3 modules ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ ഒരു ക്ലാസ് നമ്മൾ 3 daysലാണ് കൊടുക്കുന്നത്. നമ്മുടെ പ്രീമിയം ക്ലാസ് നമ്മൾ 6 daysലായിരുന്നു കൊടുത്തത്. അപ്പോൾ അതിൽ നിന്നും ഈ ക്ലാസ്സിന് ഒന്നും കൂടെ നമ്മളൊരു 3 daysലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ജോബ് കിട്ടണമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു ക്ലാസ് ഇനി നമ്മൾ കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് പ്രീമിയം ക്ലാസ് ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 1, 2, 3 3 ദിവസങ്ങളിലായിട്ട് ഇന്നും നാളെയും മറ്റന്നാളും, ഫെബ്രുവരി 23rd, 24, 25th. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലൈവ് ക്ലാസ് 3 hours ആയിട്ട് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇതേ ക്ലാസ്സിൻ്റെ റെക്കോർഡ്സും നിങ്ങൾക്ക് നമ്മൾ ഇമെയിലിലേക്ക് ആക്സസ് തരും. അപ്പം നിങ്ങൾക്കത് ഇനിയിപ്പോൾ നെറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ക്ലാസ് ശരിക്കും ലൈവിൽ കേൾക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾക്കതിരുന്ന്
സാവധാനം വാച്ച് ചെയ്തിട്ട് അത് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അതുപോലെ നിങ്ങളുടെ CV കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ജോബിലേക്കും ഒരു CV കൊടുക്കാൻ പറ്റില്ല. ഓരോ ജോബിനും ആ സ്കൂള്, കമ്പനി, അതിനെ നമ്മൾ അവരെ പഠിച്ചിട്ട് അതിനനുസരിച്ചാവണം നമ്മളത് കൊടുക്കേണ്ടത്. നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്, അപ്പം ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. മൊഡ്യൂൾ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ക്രിയേഷന്. അതിൽ നമ്മളൊരു ബേസിക് പ്രൊഫൈലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ CV, റെസ്യൂമെ, ക്യാൻവേ, വേർഡ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ്, അതായത് CV ആൻഡ് റെസ്യൂമെ കണ്ടന്റ്. ഒരു CVയിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത്, കരിയർ ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസ്, സ്കിൽസ്, അച്ചീവ്മെൻറ്റ്, അവാർഡ്സ്, വർക്ക്ഷോപ്പ്, ഇൻറ്റേൺഷിപ്പ്, പബ്ലിക്കേഷൻസ്, അങ്ങനെ പലതും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടാവും കാര്യങ്ങളുണ്ടാവുക. അതെങ്ങനെ നമ്മൾ അതിനകത്ത് പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ കറണ്ട് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, ഇതൊന്നും CVയിൽ കൊടുക്കേണ്ട കാര്യമില്ല. മൊബൈൽ നമ്പർ നാട്ടിൽ നിന്ന് കൊടുക്കുന്നവർ അതിൽ നമ്മുടെ കൺട്രി കോഡ് കൊടുക്കണം, അതില്ലെങ്കിൽ അവർ വിളിച്ചാൽ കിട്ടൂല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് CV കൊടുക്കേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊരു ഫ്രഷറുടെ CV എക്സ്പീരിയൻസ്ഡും കമ്പനിയിലേക്കുമാവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കവർ ലെറ്റർ എന്തുകൊണ്ടും നല്ലതാണ്. വെറുതെ ഒരു CV അങ്ങ് അടിച്ചു വിടുന്നതിന് പകരം നല്ലൊരു കവർ ലെറ്റർ ആക്കിയിട്ട് ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി പാർട്ടിൽ അത് കൊടുക്കാം. അതാണ് കവർ ലെറ്റർ. അതെങ്ങനെയാണ് ഓരോ ജോബിനും ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ ഈ CVയും കവർ ലെറ്ററും നമ്മൾ HR സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നൂറുകണക്കിന് CV വന്ന് കിടക്കുന്നതിന് നമ്മുടെ CV അവരൊന്ന് സെലക്ട് ചെയ്യണ്ടേ, അതിനുള്ളൊരു കാര്യമാണ് ഇമെയിൽ ടു HR കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. നമ്മൾ പൊതുവേ കേരളക്കാർക്ക് ഒരു കാര്യമുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാവും. ഇതും കൊണ്ട് ഇൻ്റർവ്യൂ വിളിച്ചാൽ നമ്മൾ ഇറങ്ങി അങ്ങ് പോകും. അങ്ങനെയല്ല, നമ്മളൊരു സെൽഫ് ഗ്രൂമിങ്, നമ്മുടെ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ പോകുന്നത് ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ്, ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആളുകളുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിങ് എങ്ങനെയാണ് വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് ആണ് മൊഡ്യൂൾ 2 തരുന്നത്. ഇൻ്റർവ്യൂ ഔട്ട്ഫിറ്റ്, എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, പേഴ്സണൽ ഹൈജീൻ, ഹെയർ ആൻഡ് നെയിൽ സെറ്റിംഗ്, ബോഡി ലാംഗ്വേജ്, ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് നേരെ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് പോകുന്നതിൻ്റെ മുമ്പ് CV തന്നെ നമ്മൾ എക്സാമിന് പഠിക്കുന്ന പോലെ ഒന്ന് പഠിച്ചിട്ട് പോകണം. എനി ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. ഫിസിക്കൽ ഇൻ്റർവ്യൂ, നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് ഫിസിക്കൽ ഇൻ്റർവ്യൂ. പിന്നെ വരുന്നതാണ് വെർച്വൽ ഇൻ്റർവ്യൂ. വെർച്വൽ ഇൻ്റർവ്യൂവിലാവുമ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ നമ്മൾ ഓൺലൈനിലൂടെ Zoom, Google മീറ്റിലൊക്കെ നമ്മൾക്ക് ഇൻ്റർവ്യൂ നടത്തും. അപ്പം നമ്മളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൽ എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിവൈസൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഗൂഗിളിൽ പോയി നോക്കും. നമുക്കിപ്പോൾ ChatGPT ഉണ്ട്, എന്തും പോയിട്ട് നോക്കാം അല്ലേ. ബട്ട് ഇതൊന്നുമല്ല, ChatGPTയും ഗൂഗിളിലൊന്നും കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ്, എനി ക്വസ്റ്റ്യൻസ് അവർ നമ്മളെടുത്ത് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയണം. അത് കറക്റ്റ് ആൻസർ എന്നുള്ളൊരു കാര്യമില്ല, ബട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതാണ് ക്ലിയർലി. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം നമ്മളിവിടെ സ്കൂളുകൾ, ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ മെമ്പേഴ്സിന് പോയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇതെല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഒരുപാട് പേർക്ക് ജോബ് കിട്ടുന്നതും. അതുകൊണ്ടാണ് ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നത്. സോ അത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കൊണ്ട് അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്യിപ്പിക്കും. എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, എങ്ങനെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കും അല്ലേ. പെട്ടെന്ന് ഡെമോ എടുക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒട്ടും ടെൻഷൻ വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഡെമോ സെഷനായിട്ട് ഓൺ ടൈം പെട്ടെന്നൊരു ഡെമോ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അതെന്ത് ചെയ്യണം, ഇനി പ്രിപ്പയർ ചെയ്ത് അവർ വരാൻ പറയുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. അവർ കൂടുതൽ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കും. അപ്പം അതിന് അവർ തന്നത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോരാ, നമ്മൾ അതിൻ്റെ പുറത്തു നിന്നും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്നാലാണ് നമുക്ക് എന്ത് ക്വസ്റ്റ്യനും അവർ ചോദിച്ചാൽ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത്.
അപ്പോൾ അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? PPT പ്രസൻറ്റേഷൻ, എല്ലായിടത്തും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കൊടുക്കണോ, വേണോ വേണ്ടയോ? അതെങ്ങനെ കൊടുക്കണം? ചില സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സ്മാർട്ട് ബോർഡ് ഉണ്ടാവും. നമ്മൾ സാധാ ബോർഡിൽ മാർക്കർ വെച്ച് പഠിപ്പിച്ചിട്ടുള്ള ശീലമായിരിക്കും ഒരു പക്ഷേ ഉള്ളത്. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി മാത്രം നമുക്കൊരു 1 lakh rupees ഒക്കെ ഉള്ള സ്മാർട്ട് ബോർഡ് വാങ്ങിയിട്ട് ട്രെയിനിങ് നടത്താൻ പറ്റുമോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലിയർലി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിൽ. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും നമ്മൾ ലെസൺ പ്ലാന് കയ്യിൽ പിടിക്കണം. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ബട്ട് ഒരു പ്രൊഫഷണൽ ടീച്ചർ ആകുമ്പോൾ നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതിനൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അത് സാധാരണ ക്ലാസ് എടുക്കാൻ പോകുന്ന പോലുള്ള ലെസൺ പ്ലാൻ അല്ല. അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കും. പിന്നെയാണ് ബാക്കി എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് തന്നെ ആ ജോബ് നിങ്ങളുടെ കയ്യിൽ കിട്ടണം. സാലറി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സാലറി നെഗോഷിയേഷൻ, അതും കൂടെ നമ്മളിതിൽ കൊടുക്കാം കേട്ടോ. സാലറി നെഗോഷിയേഷൻസ് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാലറി ചോദിക്കണോ വേണ്ടയോ, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും. എന്തായാലും നിങ്ങൾക്ക് തന്നെ ആ ജോബ് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ഗൾഫിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു ട്രെയിനിങ് ക്ലാസ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പോരാ. ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ്സ് കണ്ട് അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം നമ്മുടെ ക്ലാസ് എടുക്കുക. വെറുതെ നിങ്ങളൊരു 3500 rupees തന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊരു ക്യാഷിൻ്റെ മാത്രമല്ല, നമ്മൾ നിങ്ങൾക്ക് ഇത്രയും ഡിസൈൻ ചെയ്ത് തന്ന കോഴ്സ് അത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളും ഫോളോ ചെയ്യുക. ജോബ് നമ്മളാണ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. അപ്പം എല്ലാവരും റെഡിയാണല്ലോ? ഇനി ഈ ഒരു ക്ലാസ് നമ്മൾ ഇനിയും കൊടുക്കുന്നതല്ല. ഇത് നമുക്ക് പ്രീമിയം ക്ലാസ് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തരുന്നത്. അപ്പോൾ ഇനി ക്ലാസ് കിട്ടാത്തവർ നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ ലൈവ് ക്ലാസ് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, February 23, 24, 25. എന്നിട്ട് ഇതേ ക്ലാസ്സിൻ്റെ റെക്കോർഡ്സ് നിങ്ങളുടെ ഇമെയിലിലേക്ക് തരും. 3 months നിങ്ങൾക്ക് അത് വാച്ച് ചെയ്ത് അതിൽ നിന്ന് ആ റെക്കോർഡ്സ് നിങ്ങളുടെ ഫ്രീ ടൈമിന് നോക്കാം. എന്നിട്ടെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ പോകുമെന്നല്ല, ഓക്കെ ഞാനും മാറാൻ റെഡിയാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. എങ്കിൽ ജോബ് നിങ്ങൾക്ക് ഉറപ്പാണ്. നമ്മളാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ട്രെയിനിങ് ക്ലാസ് വേണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ട്രെയിനിങ് ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. 9577300500. അതില്ലെങ്കിൽ +966 537 981 224. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യൻ ടൈം 7 PM. താങ്ക് യു സോ മച്ച്.